ഹായ് ആൾ PSC അവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുൻപ് ചെയ്ത PYQസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ കണ്ടിന്യൂവേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ വരുന്നത് മലബാർ തീരസമതലമാണ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മലബാർ തീരസമതലത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. പശ്ചിമ തീരപ്രദേശത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് മലബാർ തീരം എന്നാണ്. എന്താണ് മലബാർ തീരം? പശ്ചിമ തീരപ്രദേശത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് മലബാർ തീരം എന്നാണ്. കർണാടകത്തിൻ്റെ തെക്ക് തീരം, കേരളത്തിൻ്റെ തീരപ്രദേശം എന്നിവ ഉൾപ്പെടുന്നതാണ് മലബാർ തീരം. ഏതൊക്കെയാണ്? കർണാടകത്തിൻ്റെ തെക്കൻ തീരം, കേരളത്തിൻ്റെ തീരപ്രദേശം എന്നിവ ഉൾപ്പെടുന്നതാണ് മലബാർ തീരം. അടുത്ത പോയിന്റ്, ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശമാണ് മലബാർ തീരം. എന്താണ് കാണപ്പെടുന്നത്? ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശമാണ് മലബാർ തീരം. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. മലബാർ തീരം പശ്ചിമ തീരപ്രദേശത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? മലബാർ തീരം എന്നാണ്. പശ്ചിമ തീരപ്രദേശത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് മലബാർ തീരം എന്നാണ്. അടുത്ത പോയിന്റ്, കർണാടകത്തിൻ്റെ തെക്കൻ തീരം, കേരളത്തിൻ്റെ തീരപ്രദേശം എന്നിവ ഉൾപ്പെടുന്നതാണ് മലബാർ തീരം. അപ്പോൾ എന്തൊക്കെയാണ് മലബാർ തീരത്തിൽ ഉൾപ്പെടുന്നത്? കർണാടകത്തിൻ്റെ തെക്കൻ തീരം, കേരളത്തിൻ്റെ തീരപ്രദേശം എന്നിവ ഉൾപ്പെടുന്നതാണ് എന്ത്? മലബാർ തീരം. അടുത്ത പോയിന്റ്, ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശമാണ് മലബാർ തീരം. എന്താണ് കാണപ്പെടുന്നത്? ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശമാണ് എന്ത്? മലബാർ തീരം. അടുത്ത പോയിന്റ്, കൊങ്കൺ തീരമാണ്. കൊങ്കൺ തീരം എന്താണ്? മഹാരാഷ്ട്ര, ഗോവ, കർണാടകയിലെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരമാണ് കൊങ്കൺ തീരം. അപ്പോൾ കൊങ്കൺ തീരത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? മഹാരാഷ്ട്ര, ഗോവ, കർണാടകയിലെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരമാണ് കൊങ്കൺ തീരം. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായ മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കൊങ്കൺ തീരത്താണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് മുംബൈ തുറമുഖം. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊങ്കൺ തീരത്താണ്. അടുത്ത പോയിന്റ്, പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം അറിയപ്പെടുന്ന പേരാണ് കൊങ്കൺ തീരം. പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം അറിയപ്പെടുന്ന പേരാണ് കൊങ്കൺ തീരം. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. കൊങ്കൺ തീരം മഹാരാഷ്ട്ര, ഗോവ, കർണാടകയിലെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരമാണ് കൊങ്കൺ തീരം. ഏതൊക്കെ പ്രദേശങ്ങളാണ്? മഹാരാഷ്ട്ര, ഗോവ, കർണാടകയിലെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരമാണ് കൊങ്കൺ തീരം. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായ മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊങ്കൺ തീരത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായ മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കൊങ്കൺ തീരത്താണ്. അടുത്ത പോയിന്റ്, പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം അറിയപ്പെടുന്ന പേരാണ് കൊങ്കൺ തീരം. എന്തിൻ്റെയാണ്? പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം അറിയപ്പെടുന്ന പേരാണ് കൊങ്കൺ തീരം. അടുത്ത പോയിന്റ്, ഗുജറാത്ത് തീരം. ഗുജറാത്ത് തീരം എന്താണ്? ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കമ്പത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കമ്പത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഗുജറാത്ത് തീരം. ഇനി അടുത്ത പോയിന്റ്, ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൻ ഓഫ് കച്ച്. എന്താണ്? ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൻ ഓഫ് കച്ച്. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഗുജറാത്ത് തീരം ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കമ്പത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. എന്ത്? ഗുജറാത്ത് തീരം. അടുത്ത പോയിന്റ്, ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൻ ഓഫ് കച്ച്. അടുത്ത പോയിന്റാണ് കോറമാൻഡൽ തീരം. കോറമാൻഡൽ തീരം എന്താണ്? ചോളമണ്ഡലം എന്ന പേരിൽ നിന്നാണ് കോറമാൻഡൽ എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ഏതാണ് പേര്? ചോളമണ്ഡലം എന്ന പേരിൽ നിന്നാണ് കോറമാൻഡൽ എന്ന പേര് ലഭിച്ചത്. അടുത്ത പോയിന്റ്, തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിലെ തെക്കൻ തീരപ്രദേശം ഉൾപ്പെടുന്നതാണ് കോറമാൻഡൽ തീരം. അപ്പോൾ എന്തൊക്കെ ഉൾപ്പെടുന്നതാണ് കോറമാൻഡൽ തീരം? തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിലെ തെക്കൻ തീരപ്രദേശവും ഉൾപ്പെടുന്നതാണ് കോറമാൻഡൽ തീരം. അടുത്ത പോയിന്റ്, കോറമാൻഡൽ തീരസമതലം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന പ്രദേശം ഫാൾസ് ഡെവി പോയിന്റ് എന്നറിയപ്പെടുന്നു. കോറമാൻഡൽ തീരം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന പ്രദേശം എന്താണ് അറിയപ്പെടുന്നത്? ഫാൾസ് ഡെവി പോയിന്റ് എന്നറിയപ്പെടുന്നു. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. കോറമാൻഡൽ തീരം ചോളമണ്ഡലം എന്ന പേരിൽ നിന്നാണ് കോറമാൻഡൽ എന്ന പേര് ലഭിച്ചത്. ഏത് പേരിൽ നിന്നാണ്? ചോളമണ്ഡലം എന്ന പേരിൽ നിന്നാണ് കോറമാൻഡൽ എന്ന പേര് ലഭിച്ചത്. തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിലെ തെക്കൻ തീരവും ഉൾപ്പെടുന്നതാണ് കോറമാൻഡൽ തീരം. ഏതൊക്കെ സ്ഥലങ്ങളാണ് ഉൾപ്പെടുന്നത്?
തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിലെ തെക്കൻ തീരപ്രദേശവും ഉൾപ്പെടുന്നതാണ് കോറമാൻഡൽ തീരം. അടുത്ത പോയിന്റ്, കോറമാൻഡൽ തീരസമതലം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന പ്രദേശമാണ് ഫാൾസ് ഡെവി പോയിന്റ്. എന്താണ് അറിയപ്പെടുന്നത്? കോറമാൻഡൽ തീരസമതലം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന പ്രദേശം എന്താണ്? ഫാൾസ് ഡെവി പോയിന്റ് എന്നറിയപ്പെടുന്നു. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏതാണ്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം, ആൻസർ ഏതാണ്? ലക്ഷദ്വീപാണ്. അപ്പോൾ നമുക്ക് ലക്ഷദ്വീപിനെ കുറിച്ചൊന്ന് വായിക്കാം. ലക്ഷദ്വീപ് എന്ന വാക്കിനർത്ഥം 1,00,000 ദ്വീപുകൾ എന്നാണ്. ലക്ഷദ്വീപ് എന്ന വാക്കിനർത്ഥം എന്താണ്? 1,00,000 ദ്വീപുകൾ എന്നാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. അടുത്ത പോയിന്റ്, ലക്ഷദ്വീപിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗമാണ് എന്ത്? മത്സ്യബന്ധനവും വിനോദസഞ്ചാരവും. ലക്ഷദ്വീപിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗമാണ് മത്സ്യബന്ധനവും വിനോദസഞ്ചാരവും. അടുത്ത പോയിന്റ്, ലക്ഷദ്വീപിൽ 36 ദ്വീപുകളാണ് ഉള്ളത്. അതിൽ ജനവാസമുള്ള ദ്വീപുകൾ 10 എണ്ണമാണ്. NCERT പ്രകാരം 11ആണ്. ലക്ഷദ്വീപിൽ ടോട്ടൽ 36 ദ്വീപുകളാണ് ഉള്ളത്. അതിൽ ജനവാസമുള്ള ദ്വീപുകൾ 10 എണ്ണമാണ്. NCERT പ്രകാരം 11ആണ്. അടുത്ത പോയിന്റ്, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. അടുത്ത പോയിന്റ്, ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്ത്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ബിത്രയാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര. അടുത്ത പോയിന്റ്, ലക്ഷദ്വീപിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപും ഏതാണ്? കവരത്തിയാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനവും ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപും ഏതാണ്? കവരത്തിയാണ്. അടുത്ത പോയിന്റ്, കേരളത്തോട് അടുത്തുള്ള ലക്ഷദ്വീപിലെ ദ്വീപാണ് ആന്ത്രോത്ത്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപായ ആന്ത്രോത്താണ്. കേരളത്തോട് അടുത്തുള്ള ലക്ഷദ്വീപിലെ ദ്വീപാണ് ആന്ത്രോത്ത്. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ലക്ഷദ്വീപ് എന്ന വാക്കിനർത്ഥം 1,00,000 ദ്വീപുകൾ എന്നാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. പിന്നെ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗമാണ് മത്സ്യബന്ധനവും വിനോദസഞ്ചാരവും. ലക്ഷദ്വീപിലെ ജനവാസമുള്ള ദ്വീപുകൾ 10ആണ്. ടോട്ടൽ ദ്വീപുകളുടെ എണ്ണം 36ആണ്. ലക്ഷദ്വീപിലെ തലസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര. അടുത്ത പോയിന്റ്, ലക്ഷദ്വീപിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപാണ് കവരത്തി. തലസ്ഥാനവും കവരത്തിയാണ്. കേരളത്തോട് അടുത്തുള്ള ലക്ഷദ്വീപിലെ ദ്വീപാണ് ആന്ത്രോത്ത്. അപ്പോൾ അടുത്ത ചോദ്യം, വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. അടുത്ത ഉത്തരായന രേഖയെ കുറിച്ച് വായിക്കാം. ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്ക് 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഇനി വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഏത്? ഉത്തരായന രേഖ. അടുത്ത പോയിന്റ്, ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8ആണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8ആണ്. അതേതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളാണ് ഇത് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഒന്നുകൂടെ ഒന്ന് പറയാം. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 8ആണ്. അതിൽ ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അടുത്ത പോയിന്റ്, ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനമാണ് റാഞ്ചി. റാഞ്ചി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനമാണ് റാഞ്ചി. റാഞ്ചി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. അടുത്ത പോയിന്റ്, ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരമാണ് ഉദയ്പൂർ. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരമാണ് ഉദയ്പൂർ. ഉദയ്പൂർ സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. അടുത്ത പോയിന്റ്, ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദിയാണ് മാഹി. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദിയാണ് ഇത്? മാഹി. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്കാണ്.
ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനം റാഞ്ചിയാണ്. റാഞ്ചി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഉദയ്പൂരാണ്. ഉദയ്പൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ത്രിപുരയിലാണ്. അടുത്ത പോയിന്റ്, ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കിടക്കുന്ന നദിയാണ് മാഹി. ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കിടക്കുന്ന നദിയാണേത്? മാഹി. അടുത്ത ചോദ്യം, ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണെന്നാണ്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ആൻസർ വരുന്നത് മാന്നാർ കടലിടുക്കാണ്. അപ്പോൾ ഇതിൻ്റെ അതിർത്തി രേഖകൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യ ശ്രീലങ്ക അതിർത്തികളാണ് പാക് കടലിടുക്കും, മാന്നാർ കടലിടുക്കും. ഇന്ത്യ ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖകളാണ് ഏതൊക്കെയാണ്? പാക് കടലിടുക്കും, മാന്നാർ കടലിടുക്കും. ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള അതിർത്തി രേഖകളാണ് പാക് കടലിടുക്ക്, മാന്നാർ കടലിടുക്ക്. അടുത്തത്, ഇന്ത്യ ചൈന തമ്മിലുള്ള അതിർത്തി രേഖകളാണ് മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന തമ്മിലുള്ള അതിർത്തി രേഖകളാണ് മക്മോഹൻ രേഖ. അടുത്തത്, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള അതിർത്തി രേഖയാണ് ഇത്? റാഡ്ക്ലിഫ് രേഖ. അടുത്തത്, ഇന്ത്യ മാലിദ്വീപ് തമ്മിലുള്ള അതിർത്തി രേഖയാണ് 8 ഡിഗ്രി ചാനൽ. ഇന്ത്യ മാലിദ്വീപ് തമ്മിലുള്ള അതിർത്തി രേഖയാണ് ഇത്? 8 ഡിഗ്രി ചാനൽ. അടുത്തത്, ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള അതിർത്തി രേഖയാണ് തീൻ ബേഗ കോറിഡോർ. ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള അതിർത്തി രേഖയാണ് ഇത്? തീൻ ബേഗ കോറിഡോർ. അപ്പോൾ ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് മാന്നാർ കടലിടുക്ക്. ഇന്ത്യ ശ്രീലങ്ക മറ്റതിർത്തി രേഖകളാണ് ഇതൊക്കെ? പാക് കടലിടുക്കും, പിന്നെ ഒന്ന് മാന്നാർ കടലിടുക്കും. പിന്നെ ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന വരുമ്പോൾ മക്മോഹൻ രേഖ. ഇന്ത്യ പാകിസ്ഥാൻ വരുമ്പോൾ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ വരുമ്പോൾ ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ മാലിദ്വീപ് വരുമ്പോൾ 8 ഡിഗ്രി ചാനലാണ്. ഇന്ത്യ മാലിദ്വീപ് 8 ഡിഗ്രി ചാനലാണ്. അടുത്തത്, ഇന്ത്യ ബംഗ്ലാദേശ് തീൻ ബേഗ കോറിഡോർ ആണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയാണിത്, തീൻ ബേഗ കോറിഡോർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ദേശീയ ജലപാത 3 തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ആൻസർ വരുന്നത് എന്താണ്? കൊല്ലം, കോട്ടപ്പുറമാണ്. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? കൊല്ലം, കോട്ടപ്പുറം. അപ്പോൾ NW3യെ കുറിച്ച് ഒന്ന് നോക്കാം. നാഷണൽ വാട്ടർവേ 3 ആണ് കേട്ടോ. കൊല്ലം മുതൽ കോഴിക്കോട് വരെ 365 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ ജലപാതയാണ് NW3. മുൻപ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു ഇതിൻ്റെ ദൈർഘ്യം. അപ്പോൾ 205 കിലോമീറ്റർ ആയിരുന്നു ദൈർഘ്യമുണ്ടായിരുന്നത്. ഒന്നുകൂടെ വായിക്കാം. കൊല്ലം മുതൽ കോഴിക്കോട് വരെ 365 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ ജലപാതയാണ് NW3, നാഷണൽ വാട്ടർവേ 3. മുമ്പ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു NW3യുടെ നീളം. അത് 205 കിലോമീറ്റർ ദൈർഘ്യമാണ് ഉണ്ടായിരുന്നത്. NW3 ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചത് 1993ലാണ്. NW3യെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1993ലാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? NW3 ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നാഷണൽ വാട്ടർവേ 3 ആണ്. NW3 ജലപാതയിൽ ഉൾപ്പെടുന്ന 3 കനാലുകളാണ് ഏതൊക്കെ? പശ്ചിമ തീര കനാല്, ചമ്പക്കര കനാല്, ഉദ്യോഗമണ്ഡൽ കനാല്. NW3 ജലപാതയിൽ ഉൾപ്പെടുന്ന 3 കനാലുകളാണ് ഏതൊക്കെ? പശ്ചിമ തീര കനാല്, ചമ്പക്കര കനാല്, ഉദ്യോഗമണ്ഡൽ കനാല്. അടുത്ത പോയിന്റ്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് NW3. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് ഏത്? NW3. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. NW3 നാഷണൽ വാട്ടർവേ 3 എന്തൊക്കെയാണ്? കൊല്ലം മുതൽ കോഴിക്കോട് വരെ 365 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ ജലപാതയാണ് NW3. NW3 മുൻപ് എവിടം വരെ ആയിരുന്നു? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു. അന്ന് 205 കിലോമീറ്റർ ആയിരുന്നു ദൈർഘ്യം. NW3 ജലപാതയായി പ്രഖ്യാപിച്ചതെന്നാണ്? 1993ലാണ്. പിന്നെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW3 ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW3 ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? NW5 ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW5 ആണ്. അത് മാറിപ്പോവരുത്. ഇപ്പം NW3 ജലപാതയിൽ ഉൾപ്പെടുന്ന 3 കനാലുകളാണ് പശ്ചിമ തീര കനാല്, ചമ്പക്കര കനാല്, ഉദ്യോഗമണ്ഡൽ കനാല്. NW3 ജലപാതയിൽ ഉൾപ്പെടുന്ന 3 കനാലുകൾ ഏതൊക്കെയാണ്? പശ്ചിമ തീര കനാല്,
ചമ്പക്കര കനാല്, ഉദ്യോഗമണ്ഡൽ കനാല്. അടുത്ത പോയിന്റ്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് NW3. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് ഇത് NW3. അപ്പോൾ NW1 ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാതയാണ് NW1. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാതയാണത് NW1. ഏതാണ്? ഇന്ത്യയിലെ ഫസ്റ്റ് ദേശീയ ജലപാതയാണ് NW1. പിന്നെ NW നിലവിൽ വന്നത് 1986 NW നിലവിൽ വന്നത് എന്നാണ് 1986. അതിൻ്റെ നീളം എത്രയാണ് പറഞ്ഞത്? 1620 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. എവിടേക്ക് തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? അലഹബാദിനെ പശ്ചിമ ബംഗാളിലെ ഹാൽഡിയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അലഹബാദ് ടു ഹാൽഡിയാണ് ഇതിൻ്റെ നീളം. NW1 കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് ഏത്? NW1. ഇന്ത്യയിലെ ഫസ്റ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലപാതയാണ് ഏത്? NW1. പിന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ജലപാത നമ്മൾ പറഞ്ഞു ഏതാണ്? NW3 ആണ്. ഇന്ത്യയിലെ ഏതാണ്? NW1 ആണ്. ഇനി ദേശീയ ജലപാത 2 NW2 ഏതാ? ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര നദിയിൽ അസമിലെ സാധ്യ മുതൽ ധൂബ്രി വരെയാണ്. എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടം വരെ? അസമിലെ സാദിയ ടു ധൂബ്രി വരെയാണ്. സാദിയ ടു ധൂബ്രി വരെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? NW2 സ്ഥിതി ചെയ്യുന്നത്. അത് നിലവിൽ വന്നത് 1988 NW2 നിലവിൽ വന്നത്. അപ്പോൾ NW2 ബ്രഹ്മപുത്ര നദിയിലാണ്. സാധ്യ മുതൽ ധൂബ്രി വരെയാണ്. 1988 നിലവിൽ വന്നത്. ഇനി NW4 എന്താണ്? ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ മുതൽ എവിടെയാ? പുതുച്ചേരി വരെയാണ് എവിടെ ദേശീയ ജലപാത NW4 സ്ഥിതി ചെയ്യുന്നത്. കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ്. 1078 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം. ഇത് നിലവിൽ വന്നത് എന്നാണ്? 2008 NW4 നിലവിൽ വന്നത്. പിന്നെ അടുത്തതാണ് NW5. ഒഡീഷയിലെ തൽച്ചാർ മുതൽ എവിടെയാ? ധാമ്ര വരെയാണ് ഇതിൻ്റെ ദൂരം വരുന്നത്. ഒഡീഷയിലെ തൽച്ചാർ മുതൽ ധാമ്ര വരെയാണ്. 588 കിലോമീറ്ററാണ് കേട്ടോ. 588 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം. NW5 നിലവിൽ വന്നതും 2008 തന്നെയാണ്. NW5 നിലവിൽ വന്നത് എന്നാണ്? 2008 തന്നെയാണ്. പിന്നെ ഇത് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? NW5 ആണ് കേട്ടോ. അപ്പോൾ ഈ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഞാൻ അടുത്ത പാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കൂടെ തന്നെ കണ്ട് പഠിച്ച് നോട്ടും എഴുതിയെടുത്ത് മുന്നോട്ട് പോവുക. ഇനി ബാക്കി നാളേക്കൊന്നും പറഞ്ഞ് ബാക്കി വെക്കാതെ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ താങ്ക് യു.